ഹലോ, വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, CISF ഇല്ലേ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലേക്കുള്ള കോൺസ്റ്റബിൾ ഫയർ വിങ്ങിലേക്ക് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായ മെയിൽസിനെ, അതായത് പുരുഷന്മാരെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിക്കാണ്ടുള്ള ഒരു ആർക്കൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, എത്രയാണ് ഹൈറ്റ്, എങ്ങനെയാണ് ഫിസിക്കൽ മെഷർമെൻറ്റ്, ബേസിക് പേ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിക്കാണ്ട് ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം CISFൻ്റെ ഈ നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ജോലി സാധ്യത അല്ലേ, വളരെ കോമ്പറ്റീഷനുള്ള മേഖലയാണ് അല്ലേ എല്ലാം. അപ്പോൾ എല്ലാവർക്കും ജോലി ആവശ്യമുള്ള എല്ലാവർക്കും നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നമ്മുടെ FSK ഡിഫൻസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും പാടെ എനേബിൾ ചെയ്യുക. കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ള നമ്മൾ ചെയ്യുന്ന ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ഓരോ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ വഴിത്തിരിവിനായി എല്ലാവരും FSK അക്കാദമിയുടെ കീഴിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ക്ലാസ്സിലേക്കൊന്ന് പോകാം കേട്ടോ. ഡീറ്റെയിൽ നമുക്ക് ഈ CISF നോട്ടിഫിക്കേഷനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, വന്നിട്ടുള്ളത് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കോൺസ്റ്റബിൾ ഓർ ഫയർ വിങ്ങിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. വേക്കൻസി ഉള്ളത് 1130 ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി. ഓൾ ഇന്ത്യ ലെവലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1130. കേരളത്തിൽ അത് 37 വേക്കൻസി ആയിക്കാണ്ടാണ് ഏകദേശം കണക്കാകുന്നത്. ഓക്കെ, വേക്കൻസി ചിലപ്പോൾ അങ്ങോട്ട് കുറഞ്ഞേക്കാം അല്ലെങ്കിൽ കൂടിയേക്കാം. ഏകദേശം എന്ന് പറയുന്നത് 1130 വേക്കൻസി ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് CISF കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഫയർ വിങ്ങിലേക്ക് നമ്മളെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആർക്കൊക്കെയാണ് അപ്ലിക്കേഷൻ ചെയ്യാൻ കൊടുക്കുക? അപ്ലൈ ചെയ്യാൻ ഓൺലി ഫോർ മെൻ, അതായത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വുമൻസിന് പറ്റില്ല. ഓക്കെ, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടത് പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിവർക്ക് ഇത് സാധിക്കില്ല. +2 സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഏജ് കാറ്റഗറി വരുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ, 18 to 23. ഓക്കെ, 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ OBC ജനറൽ കാറ്റഗറി OBCക്കാർക്ക് 3 ഇയർത്തെ, അതായത് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 26 വയസ്സ് പൂർത്തിയായവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC സർട്ടിഫിക്കറ്റ് വെച്ച് കൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ SC ST കാറ്റഗറിക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, അതായത് 23 + 5 28 വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ ST SC ഏജ്, അതായത് സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന ആ SC SC റിലീജിയസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് വെച്ച് കാണാൻ അവർക്ക് 5 വർഷത്തെ റിലാക്സേഷനും CISF റിക്രൂട്ട്മെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏജ് കാറ്റഗറി നമുക്ക് ഒന്നുപാടെ നോക്കാം. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് കാറ്റഗറി വരുന്നത്. ഓക്കെ, അടുത്തതിൻ്റെ പേ സ്കെയിൽ നമ്മൾ അതുപോലെ ഈ ജോലിയിലേക്ക് നമ്മൾ റിക്രൂട്ടായി കരുതുക. ഓക്കെ, അതിൻ്റെ പേ സ്കെയിൽ തുടങ്ങുന്നത് ബേസിക് പേ ആയ 21,700, അതായത് 21,700 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ പോകുന്നത്. ഓക്കെ, ഈ 21,700 എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. നമുക്ക് അലവൻസ് ഒക്കെ പാടെ കൂട്ടി, ട്രാവൽ അലവൻസ്, ബോണസ് കാര്യങ്ങളൊക്കെ പാടെ കൂട്ടി എന്തായാലും ഒരു 35ൻ്റെ മുകളിൽ കേട്ടോ, 35,000 40,000 എബോവ് നമുക്ക് ഇതിൽ നിന്നും പേ, ഒരു മാസത്തെ ശമ്പളം അടക്കം ഒരു മാസത്തെ സാലറി നമുക്ക് ഇതിൽ നിന്നും ഈ CISFൻ്റെ കോൺസ്റ്റബിൾ ഫയർ വിങ്ങിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണോ, ഷെയർ ചെയ്യണം, നിങ്ങൾ മറക്കരുത്. ഇത് ചെറിയ പൈസയൊന്നുമല്ല. 35,000 40,000 രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയും പാടെയാണ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് മെഷർമെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഇതിലേക്ക് ഹൈറ്റ് വേണ്ടത് 170 സെൻറ്റിമീറ്റർ ഉയരമാണ്. ഓക്കെ, 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഒരാൾ ഉണ്ടായിരിക്കണം എന്നവർക്ക് മാത്രമേ ഇതിലേക്ക് എലിജിബിലിറ്റി, ഹൈറ്റിൻ്റെ മെഷർമെൻറ്റിൽ എലിജിബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ST SC SC കാറ്റഗറിക്കാർക്ക് ഇതിൽ റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക്
162.5 സെൻറ്റിമീറ്റർ മതി. ഓക്കെ, ST/SC-കാർക്ക് 162.5 അതേപോലെ തന്നെ അനദർ കാറ്റഗറിക്കാർക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഇതിന് വേണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് ജസ്റ്റ് മെഷർമെൻ്റ് ആണ്. ജസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 80 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ജസ്റ്റ് മെഷർമെൻറ്റ്. അതോടൊപ്പം തന്നെ എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ കൂടെ കൂടി 85 വരും. ഓക്കെ, നോർമലായിക്കാണ് നമ്മൾ 80 സെൻറ്റിമീറ്റർ ജസ്റ്റ് മെഷർമെൻറ്റ് വരും. എക്സ്പാൻഷൻ നമ്മൾ വികസിപ്പിക്കൂലേ, അതിൽ 5 സെൻറ്റിമീറ്ററും കൂടെ കിട്ടണം. ST/ST-കാർക്ക് ഇതിലും റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 77 മതി. നോർമലായിക്കാട്ട് 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 തന്നെയാണ്, മൊത്തം 82. ഓക്കെ, 77 to 82. 82 എന്ന് പറയുന്നത് എക്സ്പാൻഷനും 77 എന്ന് പറയുന്നത് അവിടെ നോർമൽ എക്സ്പാൻഷന് മുമ്പുള്ള ജസ്റ്റ് അളവുമാണ്. അപ്പോൾ ഓക്കെ, ജസ്റ്റ് മെഷർമെൻറ്റ് മനസ്സിലായില്ലേ എല്ലാവർക്കും? 80 സെൻറ്റിമീറ്റർ ടു 85 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് വരുന്നത്, ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണുള്ളത്. നമുക്ക് 4 പ്രൊസീജിയറാണ് ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ മെഷർമെൻറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഹൈറ്റ് നോക്കും. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ വിളിക്കുമ്പോൾ ഫിസിക്കൽ മെഷർമെൻറ്റ് അവർ ചെക്ക് ചെയ്യും. ഓക്കെ, 175 സെൻറ്റിമീറ്ററിൻ്റെ താഴെയുള്ളവർ അവർ പുറത്താക്കും. രണ്ടാമത് ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കും. ഓക്കെ, ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കും. അത് 80, 82, 85 ഇല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ ആവുന്ന കേട്ടോ. അത് സെലക്ട് ആയതിനു ശേഷമാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്താ? ഫിസിക്കൽ ടെസ്റ്റ് അല്ലേ? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇതിലുള്ളത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 5 കിലോമീറ്റർ ഓട്ടമാണ് ഇതിലുള്ളത്. 5 കിലോമീറ്റർ ഓട്ടം എത്ര? 24 മിനിറ്റ് കൊണ്ട്. നമ്മുടെ പൊതുവെ SSCയുടെ എല്ലാ കാറ്റഗറിയും 5 കിലോമീറ്റർ ഓട്ടമാണ് അല്ലേ? എൻഡ്യൂറൻസ് ടെസ്റ്റ് 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത്. ഇതിൽ പാസ്സായാൽ മൂന്നാമത്തെ ടെസ്റ്റായ മെഡിക്കൽ ഫിറ്റ്നസ് അല്ലേ? നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ ബോഡി കാര്യക്ഷമത അല്ലേ? വൈദ്യ പരിശോധന എന്നൊക്കെ പറയാം അല്ലേ? നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് എല്ലാം നോക്കും. കണ്ണ്, പല്ല്, മൂക്ക്, ഓക്കെ, നമ്മുടെ ബോഡി ഫിറ്റ്നസ് കാര്യങ്ങൾ, രക്തം, എല്ലാ ചെക്കപ്പും കാര്യങ്ങളും നടത്തുന്ന അടുത്ത ടെസ്റ്റാണ് മെഡിക്കൽ ടെസ്റ്റ്. ഓക്കെ, ഇനി നാലാമത്തെ ടെസ്റ്റ് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ. നമ്മൾ സാധാ കമ്പ്യൂട്ടർ എക്സാമിനേഷൻ. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ സിലബസ് വരുന്നത് എങ്ങനെയൊക്കെയാണ്? ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് രണ്ടാമത്തത്, മൂന്നാമത്തത് മെൻ്റൽ GK ജനറൽ നോളജ്, അതായത് ജനറൽ അവയർനെസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പ്രോസസ്സാണ് ഇതിൽ പറഞ്ഞത്. ഫിസിക്കൽ മെഷർമെൻറ്റ്, അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ്, മൂന്നാമത്തത് മെഡിക്കൽ എക്സാമിനേഷൻ, 4 കമ്പ്യൂട്ടർ എക്സാമിനേഷൻ. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് വെറും 100 രൂപ കേട്ടോ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് വെറും 100 രൂപ. അതേപോലെ തന്നെ ST/SC-കാർക്ക് അതേപോലെ തന്നെ ഇതിലേക്ക് ഫീസ് ഈടാക്കുന്നില്ല. അവർക്ക് ഫ്രീ ആയി തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എക്സാം നമ്മൾ OBC-കാർക്ക് അതർ കാറ്റഗറിക്കാർക്കൊക്കെ 100 രൂപ അപ്ലിക്കേഷൻ ഫീ ഇതിന് എക്സാമിന് വേണ്ടി അവർ ഈടാക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ടാകുന്ന പറയുന്നത് ആഗസ്റ്റ് 31. ഓക്കെ, ആഗസ്റ്റ് 31, 2024 കേട്ടോ. ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 30 വരെ. സെപ്റ്റംബർ 30, 2024 വരെ കേട്ടോ. ഏകദേശം 1 മാസത്തോളം നമുക്ക് കാലാവധി ഉണ്ട് കേട്ടോ. 1 മാസത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 100 രൂപ പേ ചെയ്ത് നമുക്ക് 1 മാസത്തോളം ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് 2 ദിവസം പാടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിൻഡോ വെബ്സൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്പൺ ആകും. ഓക്കെ, ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് CISF http://CISF recruit.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ CISF-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും. എന്ന് മുതൽ ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 30 വരെ ആ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു ജോലി സാധ്യതയുള്ള മറ്റു നോട്ടിഫിക്കേഷനുമായി നമ്മൾ ഉടനെ തന്നെ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും FSK ഡിഫൻസ് അക്കാദമിയുടെ കൂടെ നിൽക്കുക. FSK ഡിഫൻസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജോലി സാധ്യതയാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ കരിയറാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു.